വെള്ളത്തിന്റെ ചില്ല് പൊട്ടിക്കല്ലേ. ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് പുറപ്പെടാമെന്നാ വിചാരിച്ചിരുന്നത്. അപ്പൊ സൗകര്യത്തിനുള്ള ലാറി കിട്ടി. എന്നാൽ ഉടനെ അങ്ങ് പുറപ്പെട്ടേക്കാമെന്ന് കരുതി. മനസ്സുണ്ടായിട്ടല്ല സീനിയറെ, പക്ഷെ എന്താ ചെയ്യുന്നത്? ഒരു നിമിഷം മുമ്പേ വിധിക്കപ്പെട്ട കാനാൻ ദേശത്തേക്ക് പുറപ്പെടുക. എന്താ ആനി ഇത്? പോകുമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ പൊയ്ക്കളയാൻ നിശ്ചയിച്ചത്. നീ ഇന്നലെ അവിടെ വന്നിട്ട് ഒരു വാക്ക് പോലും മിണ്ടിയില്ലല്ലോ. ഞാനാണോ പ്രസ്തീന ഇതൊക്കെ നിശ്ചയിക്കുന്നത്? ലോറി വന്ന് പഠിക്ക നിന്നത് പിന്നെ ഞാനിതറിയുന്നത്. കഷ്ടം. ഇങ്ങനൊരു വേർതിരിവ് സ്വപ്നത്തിൽ പോലും ഓർത്തിരുന്നതല്ലോ അനി. ഒരു വീടെന്ന പോലെ കഴിഞ്ഞു. അടുക്കള രണ്ടാണെങ്കിലും ഒരു മനസ്സെന്ന പോലെ ജീവിച്ചു. ദൈവനിശ്ചയം ഇങ്ങനെ ആയിരിക്കും. അല്ല എവിടെ അവള്? ബാസ്റ്റൻ, എന്തിനാ ഈ ലോറി കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? നീ വീട്ടിലോട്ടല്ലേ വരുന്നത്? ആ പറയാ, നിന്നെ നാടകം കളിപ്പിച്ചാ നടത്താം. അമ്മച്ചി, എന്താ ഇതെല്ലാം? നമ്മൾ ഇന്ന് തന്നെ സ്ഥലം വിടുക മോളെ. ആ, ഇത്ര പെട്ടെന്ന് ഈ വീട് മാറേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ ഇപ്പൊ തന്നെ പോവുകയാണോ അമ്മച്ചി? ഏതായാലും സൗകര്യത്തിനൊരു ലോറി കിട്ടി. എന്നായാലും ഇവിടുന്ന് പോകണം. എന്നാ പിന്നെ ഇന്ന് തന്നെ ആയാലും എന്താ? നീ വണ്ടിലോട്ട് കയറി. അമ്മച്ചി കേരടി, വണ്ടിലോട്ട് കയറടി. ആ എന്താണമ്മേ സ്റ്റെല്ല? അതാ നമ്മുടെ ബംഗ്ലാവ്. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഞാൻ ഇതൊക്കെ ഒന്ന് ഇറക്കി ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ട് വന്നേക്കാം. എടാ, ഈ പഴയ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വെറുതെ ഇങ്ങോട്ട് കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നതല്ലേ. ഇതെല്ലാം വേണോ ഈ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകാൻ? ഇത് നീ വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ നീ തന്നെ എടുത്തു. ഇതാ, ഇതൊന്നും നിന്റെ കയ്യിലിരിക്കട്ടെ. വിട്. അല്പം ഊറ്റനാ. 2 നിലയോ? 2 ഉള്ളോ? അതെന്തോന്നാടി മോളെ? മൂന്തോപ്പോ? ആ മരം എന്തോന്നാ? അത് അശോക മരമെന്ന് പറയും. സ്വർഗത്തിലോട്ട് നോക്കുന്ന പോലാണല്ലോ നിൽക്കുന്നത്. അതെന്താ വെള്ളം അങ്ങനെ കൊരവപ്പ് പോലെ? എന്താണോ ചെറുക്കമ്മന്ന് ചോദിച്ചാൽ അറിയാം. ഈ വെള്ളം തെറിപ്പിക്കുന്ന കുരുത്തക്കേടിന്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു? കർത്താവ് ഇതേ നിൽക്കുന്ന ഒരെണ്ണം നൂല് ബന്ധമില്ലാതെ പാടി മഞ്ഞ. കെട്ടണം എന്തിനാണ്? തൂത്തുവാരാൻ 2 പേര് വേണമല്ലോ. എത്ര മുറികളാ! ഇത്രയും മുറി എന്തിനാ? നിനക്ക് ആവശ്യമുള്ള മുറി എടുത്തേച്ചാ മതി, ബാക്കി അവിടെ ഇട്ടേര്. ഇതെന്താ പുളുങ്കുരു പഠിച്ചിട്ടിരിക്കുന്നു? അതോ നീച്ചതുണ്ടല്ലോ? ഈ മണ്ടത്തരം ഒന്നും പറയാതെ. എന്റെ മെസ്സിയായേ, ഇതെന്തൊക്കെയാ? അവനെ മറന്ന് ജീവിച്ചാൽ എങ്ങനാ? ഇതേലൊക്കെ ഇരുന്നിട്ടുള്ളവരാണോ നമ്മള്? മണ്ടത്തരം പറയാതെ പറഞ്ഞില്ലേ? അതെന്ത് കുരുത്തക്കേടാടി മോളെ?
അത് ഫോണെന്ന് പറയും. ദൂരെ ഇരിക്കുന്നവർ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു സൂത്രമാണ്. ദൂരെ ആരിയിരിക്കുന്നു? മാലാഖമാരും. ഇത് വേറെ സ്ത്രീയാണ്. ഒരു ഓൾഡ് മൻ സംസാരിച്ചിരുന്നു. Not here. Yes, please hold on. What brought you here? നിന്നെ ഇവിടെയും കൊണ്ടുവന്നൂടാ? നീ അമ്മയെ വിളിക്കാൻ നിങ്ങൾ പലപറ്റി പോയിട്ടില്ലേ? ഹെൻറി അല്ലേ? ഹെൻറി ആയാലും കൺട്രിയാലും നീ എന്താ ഹെൻറി കണ്ടിട്ടില്ലാത്തവനെ പോലെ? മൈ ഗോഡ്, നിങ്ങൾ എന്തിനാണ് വലിഞ്ഞു കയറിയിരിക്കുന്നു? വലിഞ്ഞു കയറിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ചെളിയും മണ്ണ് പെടുത്താറുള്ളതാ. ഇത് സംശയം. വെരി സോറി മിസ്റ്റർ സെബാസ്റ്റ്യൻ, നിങ്ങൾ എത്തുന്നതിന് മുമ്പ് എനിക്ക് എത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെട്രോൾ തടസ്സം. ഓ, ഏതായാലും തക്ക സമയത്ത് തന്നെ വന്നു. അതിലല്ല, this way. Don't look, go. അപ്പോ ഗേറ്റ് അടച്ചു. ക്ലോസ് ദ ഗേറ്റ്. ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ. ക്ലോസ് ദി ഗേറ്റ്. ഓക്കെ. എന്താന്ന് ചോദിച്ചാ വീട് ഏതാന്ന് വെച്ചാ കാണിച്ചതാ. വീട് തന്നെ. ഇവിടുത്തെ അവൻ പറയുവാണേ വേറെ പണി വല്ലതും കൊണ്ടേ നോക്കാൻ. വെരി സോറി, വീട് നിങ്ങൾക്ക് വിറ്റ വിവരം നമ്മൾ അവനെ അറിയിച്ചിട്ടില്ല. കമോൺ. എൻട്രി. യെസ് സർ. ദീസ് ഫെലോസ് ഇവിടെ കയറി വന്നപ്പോൾ നീ എന്ത് പറഞ്ഞു? ഈ വീട് അവർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കയറി വന്നു സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച്മെന്റ് ആയതുകൊണ്ട് ഐ സെറ്റ് മൈൻഡ് യുവർ ബിസിനസ് സർ. നിന്റെ തലയിൽ പിണ്ണാക്കാണോടാ? ഈ വീട് വാങ്ങിയിരിക്കുന്നെന്ന് ആരെങ്കിലും തന്റേടമായി കയറുമെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചിന്തിക്കട്ടെ. ബാസ് ഹി സേസ് പിണ്ണാക്ക്. ചിന്തിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ വേലയ്ക്ക് വരുമായിരുന്നു. യെസ് ബോസ്. നിന്റെ യെസും മോശം പട്ടി വെളി. തുമാരിയപ്പ തുമാരി. ഓൾ റൈറ്റ്. എന്റെ യെസ് ബോസ്. ഞാൻ ഈ വീടും നിന്നെയും കൂടെയാണ് Yes, yes. ഇവർക്ക് വിറ്റിരിക്കുന്നത്. മൈ ഡോഗ്. എന്റെ എക്സ്ക്യൂസ് മീ. മൈ ഗോഡ് ബോസ്, എന്നെ ഇവർക്ക് വിറ്റില്ലേ? ഹി ഈസ് മൈ ബോസ്. താങ്ക് യു.